ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു സൂത്രം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സൂത്രമാണ്. അപ്പോൾ ഇതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവർ ഇപ്പോൾ തന്നെ ഇതിലൊരു കമൻറ്റ് ഇട്ടേക്കുന്നത് എന്താ സംഭവമെന്ന്. നമ്മളധികം കാണാത്ത ഒരു സംഭവമാണ്, പക്ഷേ വളരെ ഹെൽപ്ഫുള്ളാണ് കൃഷിക്കാർക്കോ അതുപോലെ വീട്ടിൽ ഇരുന്ന് പുല്ല് പറിക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളെന്ന് പറയാം. ഒരു വെയിറ്റും ഇല്ല, കണ്ടില്ലേ, ഒരു കൈ കൊണ്ട് നമുക്ക് എടുക്കാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാനിത് ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇതുപോലത്തെ ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ ആമസോണിൽ നോക്കിയപ്പോഴാണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് ഈ നമ്മുടെ സ്കൂട്ടി പോലത്തെ അല്ലെങ്കിൽ ആക്റ്റീവ പോലത്തെ സ്കൂട്ടറുകളുമേ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഇരിക്കാൻ പാകത്തിലുള്ള ചെറിയ സീറ്റാണിത്. കണ്ടോ, അങ്ങനെ ഈ പുറകിലെ ഈ ഒരു കമ്പി മാത്രം ഇതിൽ ഇല്ലാത്തതാണ്. ബാക്കിയൊക്കെ ഇതിൻ്റെ കൂടെയുണ്ട്. ഈ മുന്നിൽ കാണുന്നത് ഇങ്ങനെ ഈ കമ്പി താഴത്ത് ഇതിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, ഈ മുന്നിലത്തെ പൈപ്പ് ബെൻഡ് ചെയ്യുന്ന ടൈപ്പാണ്. മടക്കി വെച്ചിട്ട് നമുക്ക് വണ്ടിയിലുള്ളിൽ വയ്ക്കാം. അപ്പോൾ അത് മുന്നിൽ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് സ്കൂട്ടിയുടെ അല്ലെങ്കിൽ ആക്റ്റീവയുടെ മുമ്പിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചെയറാണിത്. അപ്പോൾ ഞാൻ ഈ ചെയർ വാങ്ങി. അപ്പോൾ ഇതിൻ്റെ പുറകു വശത്തായിട്ട് ഇവിടെയും അതുപോലെ തന്നെ ഈ താഴെയുള്ള ഈ ജോയിൻ്റ് കണ്ടോ, ഇവിടേക്കായിട്ട് ഞാനൊരു ചെറിയൊരു പൈപ്പ്, എൻ്റെ അടുത്ത് സുഹൃത്തിൻ്റെ വീട്ടിൽ ഇവിടെ ഒരു വെൽഡിങ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയി, അവിടെ നിന്നാണ് ഒരു പീസ്, ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ഈ ഒരു പൈപ്പ് ഇതുമ്മേ ഇവിടെ നിന്ന് താഴെ വരെ ഇങ്ങനെ വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമ്മേ നമുക്ക് നമ്മുടെ പുറകിൽ നമുക്ക് ഇരുന്ന് കഴിഞ്ഞ് തന്നെ ഇതുമ്മേ ഈ കാണുന്ന കയർ ഇങ്ങനെ 2 പൊസിഷനിലായിട്ട് നമ്മൾ കയർ കെട്ടുക. അപ്പോൾ ഈ കയറിനെ നമ്മൾ അരയിൽ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് നമുക്ക് ഇരിക്കാം, എഴുന്നേക്കാം. നമ്മുടെ കൂടെ തന്നെ ഈ ചെയറും പൊന്തി വരും. അപ്പോൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ഈ ചെയറും കൊണ്ട് നടക്കണ്ട. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഈ ഡബ്ബകളിലേക്ക് അടുത്ത് ഇങ്ങനത്തെ ഗ്രോ ബാഗിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഹൈറ്റ് നമുക്ക് അധികം ഹൈറ്റ് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് നമുക്ക് ഇതിലത്തെ പുല്ല് കളകൾ പറിച്ച് കളയാനും അതുപോലെ ഇതിൽ വളമോ അല്ലെങ്കിൽ കട ഇളക്കുന്നതിനോ അങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്കും ഈ ഒരു സംഭവം വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഇപ്പോൾ ഇങ്ങനെ ഇതിൽ കുമ്പിട്ട് നിന്നിട്ടൊക്കെ നമുക്കിതിൽ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞ പോലെ ഇത് വളരെ അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ആമസോണിലുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടാം. പക്ഷേ ഇതുപോലൊരു പൈപ്പ് അത് നിങ്ങൾ അടുത്തുള്ള വെൽഡിങ് ഷോപ്പിൽ എവിടെയെങ്കിലും പോയി പിടിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു പൈപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമാണ്. സുഖമായിട്ട് നമുക്ക് പിടിപ്പിക്കാം. ഇതെങ്ങനെയത് ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സീറ്റിൻ്റെ നമ്മൾ മുകളിലും അതുപോലെ 2 സൈഡിൽ താഴെയായിട്ട് അങ്ങനെ ഒരു വള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാപ്പ് പോലെ നമുക്ക് ബാഗിൻ്റെയൊക്കെ സ്ട്രാപ്പ് പോലെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സംഭവം കൊണ്ട് ഇപ്പോൾ ഇത് കെട്ടിയിരിക്കുന്നതുണ്ടോ, മുകളിൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേന്നും 2 വള്ളിയായിട്ടാണ് ഒരു സൈഡിൽ നമുക്ക് കെട്ടണം. എന്നാലും നമ്മുടെ മുകളിലും നമ്മുടെ അരയുടെ മുകളിലും താഴെയായിട്ട് നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ ആ വള്ളി തന്നെ അങ്ങോട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ ഇവിടെ കെട്ടും, താഴേന്നുള്ളതും. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സീറ്റിങ്ങിൽ ഇരിക്കുന്നതായിരിക്കും. അതിനി ഈ കെട്ടുന്നതിന് പകരം നമുക്ക് ഈ ബക്കിൾ ടൈപ്പ്, ഈ ബാഗിൻ്റെയൊക്കെ ബക്കിൾ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ബക്കിളിൽ നമ്മൾ പിടിപ്പിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് ജസ്റ്റ് ഊരിയിടാനൊക്കെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ കെട്ടാനും അഴിക്കാനൊക്കെ ഇത്തിരി പ്രയാസമാണ്. ഞാനിനി അങ്ങനത്തെ ഒരു ബക്കിൾ വാങ്ങിയിട്ട് അതുകൂടെ ഇതിൽ പിടിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ടൈറ്റാക്കി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെച്ച് നടക്കാം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഓരോ സ്ഥലത്ത് ഇരുന്ന് എഴുന്നേൽക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. കാണുമ്പോൾ വിചാരിക്കും ഇപ്പോൾ വീഴുമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ വളരെ കംഫർട്ടബിളാണിത്. നമുക്ക് നമ്മുടെ 2 കാലും ഇതും കൂടുമ്പോൾ ശരിക്കും ഒരു കസേര പോലെ, ഒരു ചെയറിൻ്റെ പോലെ, 3 കാലുള്ള ഒരു ചെയർ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബാലൻസിൽ ഇരുന്നാൽ മതി. വലിയ കുഴപ്പമില്ലാതൊക്കെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ സാധാരണ ഒരു ചെയറിലിരിക്കുന്ന പോലെ എന്തായാലും ഇരിക്കാൻ പറ്റില്ല.
നമുക്ക് വിശാലമായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ കാല് മുന്നിലേക്കാക്കി നമ്മളിങ്ങനെ ഇരിക്കുമല്ലോ, അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. നിലത്തിരിക്കുന്ന പോലെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഇങ്ങനത്തെ ചെയറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലുമത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ നടുവിന് വരുന്ന സ്ട്രെസ്സ് കുറയ്ക്കാനും നമുക്ക് പെട്ടെന്ന് തന്നെ ഇരുന്നെഴുന്നേക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇരിക്കുന്നു, കാലൊന്ന് ഒരു 90 ഡിഗ്രി ആംഗിളിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ അടിഭാഗം നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഞാനിപ്പോൾ ടെറസിലാണ് ഇരിക്കുന്നത്, അത്യാവശ്യം ഗ്രിപ്പ് കിട്ടും. ഇപ്പോൾ വീടിൻ്റെ അകത്തൊന്നും നമുക്കിത് ട്രൈ ചെയ്യാൻ നല്ലതല്ല. കാരണം ഇപ്പോൾ വിട്രിഫൈഡ് ടൈലോ ഗ്രാനൈറ്റോ മാർബിളോ ഒക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ഗ്രിപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ താഴെ ഇതിന് നിലത്ത് ഇരിക്കുന്ന ഭാഗത്ത് ഗ്രിപ്പ് കിട്ടിയാൽ മാത്രമേ ഇത് നമുക്ക് അത് കറക്റ്റായിട്ട് വർക്കാവുള്ളൂ. ഗ്രിപ്പില്ലാത്ത സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. ഇതിന് യാതൊരു റിസ്ക്കും ഇല്ല. നമ്മളിപ്പോൾ ഇതിൽ മണ്ണിലിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രിപ്പുള്ള സിമെൻ്റ് ഇട്ട സ്ഥലത്തിരിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. ഒക്കെ നല്ല പിടുത്തം കിട്ടും, നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് നടക്കാം, അധികം ഭാരമില്ലല്ലോ ഇതിന്. ഇത് ഒരു കയ്യിൽ പിടിക്കാവുന്ന അത്രയും വലുപ്പം ഇതിനുള്ളൂ, ഭാരം അത്രയേ ഉള്ളൂ. അധികം കനമില്ലാത്തൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഈ പൈപ്പൊക്കെ. നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചേക്കണ പൈപ്പ് മാത്രം ഇത്തിരി കട്ടിയുള്ള സ്ക്വയർ പൈപ്പുള്ളൂ. മറ്റേ പൈപ്പൊക്കെ കനം കുറഞ്ഞ പൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഭാരം കുറവാണ്, യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കേട്ടോ, ഇതുപോലെ 2 വള്ളി 2 സൈഡിൽ കൂടെ ഇട്ടിട്ട് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരയിലേക്ക് ശരിക്ക് കെട്ടി നിർത്താൻ പറ്റും. അപ്പോൾ ഇത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കണ്ട. വളരെ ലൈറ്റ് വെയിറ്റാണ്. നമുക്ക് ആ വള്ളി പിടിച്ചാൽ തന്നെ ഇങ്ങനെ ഒരു ഊഞ്ഞാൽ പോലെ കിടക്കുന്നത്, അത്രയും വെയിറ്റ് കുറവാണ് ഈ സംഭവത്തിനുള്ളത്. അപ്പോൾ ഇത് പിന്നെ വളരെ സുഖമാണ് നമ്മുടെ കൃഷിപ്പണികൾ. ഇങ്ങനത്തെ ഇരുന്നെഴുന്നേൽക്കുന്ന പുല്ല് പറിക്കൽ, അതുപോലെ നമ്മൾ ചെടികൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറിച്ച് നടുമ്പോൾ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇത് വാങ്ങിയ പിന്നെ എനിക്ക് മാത്രമല്ല എല്ലാവരും ഇത് വളരെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വീടിൻ്റെ മുന്നിൽ ടൈലിലൊക്കെ നമുക്ക് പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വലിക്കാൻ വേണ്ടി ഞാനിതിങ്ങനെ എടുത്തു കൊണ്ടുവന്നപ്പോഴത്തേക്കും മോളാണിത് എടുത്ത് കെട്ടി കറക്റ്റായി. അവൾക്ക് എന്നേക്കാളും സുഖമാണ് ചെറിയ കുട്ടികൾക്ക്. ഇത് കറക്റ്റ് അവരുടെ ഹൈറ്റിന് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനത്തെ ടൈലിലൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നല്ല ഗ്രിപ്പാണ്, ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ വാങ്ങുന്നതിനുള്ള ഞാൻ വാങ്ങിയ ലിങ്ക് ഇതിൽ പിൻ ചെയ്തിടാം. അപ്പോൾ ആർക്കെങ്കിലും ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശരിക്ക് ഇതേപോലത്തെ ഷേപ്പിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിതുപോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ മരം കൊണ്ട് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും, സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകൾക്കും ഇതുപോലത്തെയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ലളിതമായ രീതിയിലും ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു സംഭവം എങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ചെയർ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ആമസോണിൽ. അപ്പോൾ തന്നെ ഞാനത് ഓർഡർ ചെയ്തതുപോലെ ഒരു ചെറിയൊരു ഓൾട്ടറേഷൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഇരുന്നെഴുന്നേൽക്കാതെ, ഇപ്പോൾ എല്ലാവർക്കും മുട്ടുവേദനയുള്ളവരും നടുവേദനയുള്ളവരൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെറിയൊരു സംഭവം, ഇതിന് നമുക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളത് 500 രൂപയാണ്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും, അതുപോലെ ഈ ഒരു പ്രത്യേക പ്രശ്നങ്ങൾ, കാൽമുട്ട് വേദന, നടുവേദന കാരണം കൊണ്ട് കൃഷി ഉപേക്ഷിച്ചവർക്കൊക്കെ ഈ ഒരു സംഭവം പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.